നമ്മുടെ പഞ്ചാബ് ഹരിയാന ബോർഡർ ആയിട്ടുള്ള ശംഭു എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. ആ ഒരു പ്ലേസിൽ ഫാമേഴ്സിൻ്റെ അജിറ്റേഷൻസും റിവോൾട്ട്സും ഒക്കെ നടന്നു വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് നവാബ് സിംഗ് കമ്മിറ്റി എന്നാണ്. ജസ്റ്റിസ് നവാബ് സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നേരത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഇരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ തന്നെയാണ് അവിടുത്തെ ആ ഒരു എന്താണ് ഫാമേഴ്സിൻ്റെ ഇഷ്യൂസ് എന്നുള്ളത് പഠിക്കാനായിട്ട് സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒഡീഷ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒഡീഷ്യൻ CM മോഹൻ മജ്ഹി എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഈ ഒഡീഷയിലേക്ക് ഭയങ്കരമായിട്ട് ബംഗ്ലാദേശീസ് ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര പേരാണ് ഒരു 2021 വരെ 2020 വരെയുള്ള കണക്കൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു കണക്കും അവരുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. എത്ര ബംഗ്ലാദേശ് ആണുള്ളത്, ബംഗ്ലാദേശ് ആണുള്ളത് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. സോ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ഒരു പുതിയ ഒരു സർവേ നടത്താനായിട്ട് അവരൊരു തീരുമാനം കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൂടാതെ ഇതിന് ഒരു ഇത് ചെയ്തിട്ട് അവർ അതിന് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണിത്. ഒരു 18 മറൈൻ പോലീസ് സ്റ്റേഷൻസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതാ സീ റൂട്ട് വഴി ബംഗ്ലാദേശസ് ഇൻവേഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്കീം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ബംഗ്ലാദേശസിൻ്റെ ഇൻവേഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഏത് ഗവൺമെൻറ്റാണ് മറൈൻ പോലീസ് സ്റ്റേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷ ഗവൺമെൻറ് ആണ്. ഓക്കെ, അത് എല്ലാവരും ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ആർട്ടിക്കിളായിട്ട് വന്നൊരു ന്യൂസാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു 29 year old ലേഡി അവരുടെ PG അവർ പഠിച്ചുകൊണ്ടിരുന്നത് സ്റ്റോപ്പ് ചെയ്യാണ്. ഡ്യൂ ടു സം സെക്ഷൽ മിസ്കണ്ടക്ട് കാരണമാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിളാണിത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പോഷ് ആക്ട് 2023യും അതിനൊക്കെ തന്നെ യൂണിവേഴ്സിറ്റി ആക്ടും രണ്ടെണ്ണം പറയുന്നുണ്ട്. അപ്പോൾ പോഷ് ആക്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ന്യൂസിനേക്കാളും നമുക്ക് ഈ ആക്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പോഷ് ആക്ട് എന്ന് പറയുമ്പോൾ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് ആക്ട് 2013 ആണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഓർഗനൈസേഷനിലും ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ICC ഉണ്ടായിരിക്കണം. അത് എന്തിനാന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഇപ്പം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും 10 അല്ലെങ്കിൽ 10ൽ കൂടുതൽ വുമൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ICC ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു ആക്ട് പറയുന്നത്. ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ബിക്കോസ് അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർക്ക് കമ്പൽസറി വുമണിന് കംപ്ലൈന്റ് കൊടുക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഏത് ആക്ട് പ്രകാരമാണെന്ന് വെച്ചാൽ പോഷ് ആക്ട് 2013 പ്രകാരമാണ്. ഇനി അല്ലാതെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആക്ട് ഉണ്ട് 2015 ആണ്. അതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ICC എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് ആ ഒരു ICC ഫോം ചെയ്തേ പറ്റൂ, അത് എല്ലാ കോളേജിലും ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധമായിട്ട്, നേരത്തെ അത് ഉണ്ടാവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ അത് മാൻഡേറ്ററി ആയിട്ട് ആ ഒരു ICC കൊണ്ടുവരണം അല്ലെങ്കിൽ ഫോം ചെയ്യണം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും 10ൽ കൂടുതലോ സ്ത്രീകളുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫോം ചെയ്യണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു നിയമമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻസ് റെഗുലേഷൻ 2015 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത് അറിയാൻ വേണ്ടി 2 ലോസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2013ലെയും 2015ലെയും 2 ലോസ്, ഒന്ന് പോഷ് 2013 ആൻഡ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ റെഗുലേഷൻസ് 2015, രണ്ടും ഓർത്തോളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ച ഒഡീഷ ഗവൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഇത് സുഭദ്ര യോജനയെ പറ്റിയിട്ടുള്ളതാണ്. സുഭദ്ര യോജന എന്ന് പറയുന്നത് ഫോർ വുമൺ ആണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ആദ്യം അവരത് അവരുടെ ഇലക്ഷൻ്റെ ടൈമിൽ അവർ കൊണ്ടുവന്ന അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, വാഗ്ദാനമായിരുന്നു സുഭദ്ര യോജന. സ്ത്രീകൾക്ക് അത് അന്ന് ഏജ് ഒന്നും പറഞ്ഞിട്ടില്ല, ആ വുമൺസിന് 15,000 ഓവർ 5 yearsൽ 1 crore വുമണിന് കൊടുക്കും, ആ ഒരു സ്ഥലത്ത് എല്ലാ വുമണിനും കൊടുക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 17, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17 അത് സെപ്റ്റംബർ 17 നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഇത് ഡിക്ലെയർ ചെയ്തിരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഒരു ന്യൂസ് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 5 years എന്നുള്ളത്
2 years ആയിട്ട് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയും, ഇപ്പൊ 21 to 60 ഏജിനിടയ്ക്കുള്ള വുമണിന് മാത്രമേ അത് കൊടുക്കത്തുള്ളൂ. അത് മാത്രമല്ല 18,000 എബോവ് പെർ ആനം ഉള്ളവർക്ക് അത് കിട്ടത്തില്ല. മാസം 1,500 രൂപ ഗവൺമെന്റ് പെൻഷൻ മേടിക്കുന്ന അവർക്കും കിട്ടത്തില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു ആനുകൂല്യം കിട്ടാത്തത് 18,000 പെർ ആനം സാലറി ഇല്ലാത്തവർക്കുമായിട്ടുള്ളവർക്കേ കിട്ടത്തുള്ളൂ എന്നൊക്കെയായിരുന്നു. ഇങ്ങനെയൊക്കെ കുറച്ചൊരു ലിമിറ്റേഷൻസ് അതിനകത്ത് കൊണ്ടുവന്നതാണ് ഇപ്പൊ അവിടെ ഒരു ഇഷ്യൂ വരാൻ കാരണം. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം സുഭദ്ര യോജന ഫോർ വുമണിന് ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഒരു യോജനയാണ്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യോജനയാണ്. ദെൻ അത് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ ഗവൺമെന്റ് ആണ്. അതാണ് ആ ന്യൂസിന്റെ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഒഡീഷ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. ഒഡീഷയിൽ 2021 മുതൽ 2023 വരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റുഡൻസിന്റെ സൂയിസൈഡ് പെർസെൻറ്റേജ് 53% ആയിട്ട് ഇൻക്രീസ് ആയി എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2021 അത് 119 ആയിരുന്നത് 2023 ആയപ്പോൾ 189, 53% ഇൻക്രീസ് ഉണ്ടായെന്നാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസാണ് പഠിക്കാനുള്ളത്. ഒഡീഷ ഗവൺമെന്റിന് ബന്ധപ്പെട്ട് നമ്മൾ 3 ന്യൂസസ് പഠിച്ചു. ഒന്ന് സുഭദ്ര യോജന പഠിച്ചു, പിന്നെ നമ്മുടെ മറ്റേ ഇഷ്യൂടെ ഇതിന്റെ ഇഷ്യൂ പഠിച്ചു, പിന്നെ ഈ ഒരു 53% സൂയിസൈഡിൽ ഇൻക്രീസ് വന്ന് 53% കാര്യം പഠിച്ചു. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ULIയുടെ കാര്യം പറയുന്നത്. ULI എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഇന്നോവേഷൻ ഹബ് ഉണ്ട്. റിസർവ് ബാങ്കിന്റെ ഇന്നോവേഷൻ ഹബ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ റിസർവ് ബാങ്കിന്റെ ഇന്നോവേഷൻ ഹബ് കൊണ്ടുവന്ന പുതിയൊരു സ്കീമാണ് ULI എന്ന് പറയുന്നത്, യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ക്രെഡിറ്റ് ഫാമേഴ്സിനും MSME ബോറോസിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. ഇത് എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പം ഫാമേഴ്സിന് ഇപ്പം കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ എടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറേ പേപ്പർ വർക്ക്സ്, ആ പേപ്പർ ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേപ്പർ വർക്ക്സ് അത് ഇത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ULI വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ലിങ്ക് ചെയ്യാം. ലിങ്ക് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്ക് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചെന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു പേപ്പറുകളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാം ഈ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ ആധാർ, നമ്മുടെ ഡീറ്റെയിൽസ്, നമുക്ക് എത്ര സ്ഥലമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ A to Z കാര്യങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഫാമേഴ്സിന്, എല്ലാവർക്കുമല്ല, ഫാമേഴ്സിനും MSME ബോറോസിനുമാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്ന RBIയുടെ ഇന്നോവേഷൻ ഹബ്ബാണ്. അത് ബംഗളൂരുവിലാണ്. അതിന്റെ CEO എന്ന് പറഞ്ഞാൽ രാജേഷ് ബൻസാലാണ്. ഓക്കെ, അത്ര കാര്യങ്ങളാണ് നമുക്കിത് പഠിക്കാനുള്ളത്. ഇത് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തിന്റെ ഭാഗമായിട്ടാണ്? ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Yes, ബംഗളൂരുവിലാണ്. While ULI facilitates access to data about loans, applicant, economic activities, allow financial sectors players to access the data by connecting the platform of plug and play. അതായത് ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുന്നുണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ എല്ലാ പേപ്പേഴ്സും എല്ലാ ടൈമിലും വേണമെന്നില്ല. ആവശ്യമുള്ള പേപ്പേഴ്സ് ആ ടൈമിൽ എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്ത് തന്നെ വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ULI, യൂണിഫൈഡ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ന്യൂസ് ആണ്. അദ്ദേഹം അടുത്തതായിട്ട് ബ്രൂണൈ ആൻഡ് സിംഗപ്പൂർ എന്ന് പറഞ്ഞ 2 സ്ഥലത്തേക്ക് വിസിറ്റിന് പോവുകയാണ്. അപ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് നല്ല രീതിയിൽ പഠിച്ചോളാം. ഫസ്റ്റ് സ്ഥലം ബ്രൂണൈ ആണ്. ബ്രൂണൈ എന്ന് പറഞ്ഞിലേക്ക് പോകുന്നത് സ്പേസ് കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള MOUs സൈൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ബ്രൂണൈ ആയിട്ട് നമ്മുടെ ഇന്ത്യ സൈൻ ചെയ്യുന്ന MOU എന്തിനു വേണ്ടിയിട്ടാണ്? സ്പേസ് കോർപ്പറേഷനാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് സ്പേസ് കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള MOU സൈൻ ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ബ്രൂണൈ ആണ്. ബ്രൂണയെ കുറിച്ച് പറഞ്ഞാൽ ബ്രൂണൈ എന്ന് പറയുന്ന ഒരു ഏഷ്യൻ കൺട്രിയാണ്. അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബന്ദാർ സെറി ബെഗാവൻ ആണ്. അവിടുത്തെ കറൻസി ബ്രൂണൈ ഡോളർ ആണ്. ദെൻ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബസനൽ ബോൾഖെ എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. സോ പ്രൈം മിനിസ്റ്റർ ബ്രൂണൈ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടുള്ള MOU ആണ് സൈൻ ചെയ്യുന്നത്? സ്പേസ് കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള. ഇനി സിംഗപ്പൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ
സിംഗപ്പൂരിനകത്തേക്ക് 4 MOUs ആണ് സൈൻ ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സ്, ഡിജിറ്റൽ കോർപ്പറേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഈ 4 കേസസിലും MOUs നമുക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ലോറൻസ് വോങ് ആണ്. സിംഗപ്പൂർ കറൻസി എന്ന് പറയുന്നത് കറൻസി സിംഗപ്പൂർ ഡോളറാണ്. സിംഗപ്പൂരിലെ കറൻസി എന്ന് പറയുന്നത് സിംഗപ്പൂർ ഡോളറാണ്. അപ്പൊ ഇത്രയും ന്യൂസസ് ആണ് നമുക്ക് ഈ പ്രധാനമന്ത്രിയുടെ വിസിറ്റ്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളാണ്? ബ്രൂണയും സിംഗപ്പൂർ. ബ്രൂണയിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പേസ് കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. അത് കണക്കിന് സിംഗപ്പൂരിലേക്ക് 4 കാര്യങ്ങൾ: സെമി കണ്ടക്ടർ, ഡിജിറ്റൽ കോർപ്പറേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഈ ബ്രൂണയിലേക്ക് നരേന്ദ്രമോദിക്ക് മുന്നേ പോയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിയാമോ? ഒന്നെന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. മൻമോഹൻ സിംഗ് ആണ് ഇതിന് മുന്നേ പോയിട്ടുള്ള വ്യക്തി, പ്രൈം മിനിസ്റ്റർ. ദെൻ പിന്നീട് പോയിട്ടുള്ളത് നമ്മുടെ ഹമീദ് അൻസാരിയാണ് കേട്ടോ. ദെൻ മോദിജിയുടെ സെക്കൻഡ് വിസിറ്റ് ആണിത്. സോ ആദ്യമായിട്ടാണ് 2 തവണ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബ്രൂണയിലേക്ക് പോകുന്നത്. അത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി പഠിച്ചോളാം. ദെൻ അടുത്ത ന്യൂസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. 23ാമത്തെ ലോ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ്. അത് 22ാമത്തെ ലോ കമ്മീഷന്റെ ഡേറ്റ് ഓഗസ്റ്റ് 31 2024 അവസാനിക്കുന്നത് കാരണം പുതിയ ലോ കമ്മീഷൻ 23rd ലോ കമ്മീഷൻ വരുന്നുണ്ട്. 23rd ലോ കമ്മീഷന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തേക്കായിരിക്കും അവരുടെ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഏതെങ്കിലും സുപ്രീം കോടതി ഒരു ഹൈക്കോടതി ജഡ്ജായിരിക്കും അതിന്റെ ചെയർപേഴ്സണും മെമ്പേഴ്സും ആയിട്ട് വരുന്നത്. ഒരു ഫുൾ ടൈം ചെയർപേഴ്സണും പിന്നെ ഒരു 4 ഫുൾ ടൈം മെമ്പേഴ്സ് സെക്രട്ടറീസും ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ സെക്രട്ടറീസ് പിന്നെ അല്ല, അപ്പം 4 പേര്. ഇനി ഇത് കൂടാതെ ഒരു ലീഗൽ അഫയേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് അഫയേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള മെമ്പേഴ്സ് ഒക്കെ ഇതിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടും എടുക്കാറുണ്ട്. ദെൻ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും 4ൽ കൂടാൻ പാടില്ല. 4 ആകാവൂ, 5ൽ കൂടാൻ പാടില്ല, 4 ആകാവുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ അപ്പോൾ ഒരു ഫുൾ ടൈം മെമ്പർ ഉണ്ടായിരിക്കണം, ഒരു ഫുൾ ടൈം ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം, 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതിനകത്ത് തന്നെ 2 എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതാണ് 23rd ലോ കമ്മീഷന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓർത്ത് വെച്ചോളാം, നമുക്ക് ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ സാനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചിപ്പ് പ്ലാന്റ് വരുന്നു. നമ്മുടെ ഇലക്ട്രോണിക്സ് ചിപ്പ് പ്ലാന്റ് ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. അതിന്റെ ഒരു ന്യൂസ് ആണ്. അപ്പൊ ഏത് സ്ഥലത്താണ് ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് ഒരു ചിപ്പ് പ്ലാന്റ് വരാനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാനന്ദ് ഓഫ് ഗുജറാത്ത് ആണ്. അത് കൊണ്ടുവരുന്ന കമ്പനിയുടെ പേര് കൈനസ് സെമി കണ്ടക്ടേഴ്സ് ആണ്, സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ദിവസം 6 മില്യൺ ചിപ്സ് വരെ നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ അപ്പൊ പുതിയതായിട്ട് ചിപ്പ് പ്ലാന്റ് വരുന്നത് ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തിലാണ്. എത്ര രൂപയാണ് അത്? 3,300 crores ആണ്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനി ഏതാണ്? കൈനസ് സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സ്പോർട്സ് ന്യൂസിലോട്ടാണ് കിടക്കുന്നത്. പാരാലിമ്പിക്സ് ആണ്. പാരാലിമ്പിക്സ് പാരീസിൽ നടക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് ഗോൾഡും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള 2 ഗോൾഡ് മെഡൽ വിന്നേഴ്സിനെ പറ്റിയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ കിട്ടിയ സുമിത് ആൻഡലിനെ പറ്റിയാണ്. സുമിത് ആൻഡലിന് F64 എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് ഗോൾഡ് മെഡൽ കിട്ടുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ ഒരു റെക്കോർഡും സ്ഥാപിച്ചു. 7.59 മീറ്റർ ആണ് അതിന്റെ റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചോളാം. സുമിത് ആൻഡൽ ഏതാണായിട്ട്? ജാവലിൻ ത്രോവർ ആണ്. ഏത് കാറ്റഗറിയാണ്? F64 എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. എത്ര മീറ്റർ ഡിസ്റ്റൻസ് ആണ്? 17.59 മീറ്ററിലാണ്. ദെൻ ആ ഒരു ദിവസം തന്നെ ഗോൾഡ് കരസ്ഥമാക്കിയ മറ്റൊരു വ്യക്തിയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഐറ്റം എന്ന് പറയുന്നത് ബാഡ്മിന്റൺ ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞ ന്യൂസ് ആണ്. ദെൻ പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് സിൽവർ നേടിയിട്ടുള്ളവരെ പറ്റിയാണ്. ഒന്ന് തുളസിമതി മുരുകേഷനാണ്. അത് SU5 വുമൻ സിംഗിൾസിലെ ഷട്ടിലിലാണ് സിൽവർ നേടിയിരിക്കുന്നത്. ഇനിയും സിൽവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഷട്ടിലിൽ തന്നെയാണ്. സുഹാസ് യതിരാജ് എന്ന് പറഞ്ഞ SL4 മെൻസ് സിംഗിൾസിലാണ്. ഓക്കെ, മെൻസ് സിംഗിൾസ് ഷട്ടിലാണ് സുഹാസ് യതിരാജിന് സിൽവർ ലഭിച്ചിരിക്കുന്നത്. ഇനി ഡിസ്കസ് ത്രോയിൽ F56 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ സിൽവർ ലഭിച്ച വ്യക്തിയാണ് യോഗേഷ് കഥുനിയ. സോ ഡിസ്കസ് ത്രോയിൽ
F66 കാറ്റഗറിയിൽ സിൽവർ ലഭിച്ച വ്യക്തിയാണ് യോഗേഷ് ഖദുനിയ. പിന്നീട് ഉള്ളത് രണ്ടെണ്ണം ബ്രോൺസ് ആണ്. മനീഷ രാംദാസിനും ശീതൽ ദേവി ആൻഡ് രാകേഷ് കുമാറിനും. മനീഷ രാംദാസിന് സിംഗിൾ ഐറ്റം ആണ്, ഷട്ടിലിൽ SU5 തന്നെയാണ് ബ്രോൺസ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ശീതൽ ദേവിക്കും രാകേഷ് കുമാറിനും ആർച്ചറിക്ക് ഡ്യുവലാണ്, അതിനാണ് ബ്രോൺസ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഇന്ത്യക്ക് 14 മെഡൽസ് ആണ് ഇപ്പോൾ ആയിരിക്കുന്നത്. 3 ഗോൾഡ്, 5 സിൽവർ, 6 ബ്രോൺസ് എന്നുള്ള രീതിയിൽ 14 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് പാരാലിമ്പിക്സിൽ. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേൾഡ് ഡെഫ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് വേൾഡ് ഡെഫ് ചാമ്പ്യൻഷിപ്പിലാണ്. നമ്മൾ അനുയ പ്രസാദിന്റെയും അഭിനവിന്റെയൊക്കെ പേരുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് ഇന്നലെ ഒരു ഗോൾഡ് 2 സിൽവറിന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്തൊരു ഗോൾഡാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഒന്ന്. അത് ധനുഷ് ശ്രീകാന്തിനാണ്. എയർ റൈഫിളിലാണ് നമുക്ക് ആ ഒരു ഗോൾഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് വേൾഡ് ഡെഫ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കുന്നത്? അറ്റ് ഹന്നോറിൻ, ജർമ്മനിയാണ്. ദെൻ ഈ നമുക്ക് എയർ റൈഫിളിൽ ഗോൾഡും സിൽവറും ബ്രോൺസും, ഫസ്റ്റ് സെക്കൻഡും തേർഡും എന്നുള്ള രീതിയിൽ ഗോൾഡും സിൽവറും ബ്രോൺസും ഇന്ത്യക്ക് തന്നെയാണ്. എയർ റൈഫിളിൽ ഗോൾഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ധനുഷ് ശ്രീകാന്തിനാണ്. ദെൻ എയർ റൈഫില് സിൽവറും ബ്രോൺസും കിട്ടിയത്, സിൽവർ കിട്ടിയിരിക്കുന്നത് ശൗര്യ സേനിക്കും ബ്രോൺസ് കിട്ടിയിരിക്കുന്നത് മുഹമ്മദ് വാനിയ്ക്കുമാണ്. സോ ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു കറണ്ട് അഫയേഴ്സ് കാണാം. അതുവരെ ബൈ.